ശ്രീ നാസർ കോളായി, ഇവിടെ ശ്രീ റെജി ഉന്നയിച്ച പ്രശ്നം എന്താണ്? VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം. ഏത് വിഷയത്തിൻ്റെ പേരിൽ? 2019 നടന്ന ഒരു ശബരിമല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയ ഒരു വിവാദത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ ഇപ്പോഴങ്ങ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കളയാൻ വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം അടിയന്തര പ്രമേയം ആയി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചർച്ച നടക്കും. ഭരണപക്ഷം കൃത്യമായ നിലപാടുകൾ പറയും. 2019 മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്ത് കിടന്ന കള്ളത്തരങ്ങൾ പുറത്തു വരേണ്ടി വരും. അത് വരാതിരിക്കാനുള്ള പുകമറ സൃഷ്ടിക്കലല്ലേ ഈ അടിതട എന്ന് പറയുന്ന നിയമസഭയിൽ നടക്കുന്നത്? ശ്രീ നാസർ കോളായി, നിങ്ങളെ സാങ്കേതിക തകരാറ് കൊണ്ടായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങളും ചർച്ചയെ പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ധരിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞതും പിന്നെ അതുപോലെ റെജി പറഞ്ഞതൊക്കെ എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതികമായ ചില തകരാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നമുള്ള ഒരു വിഷയം ഇത് സ്വാഭാവികമായി കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയവും അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭ അത് ചർച്ചയ്ക്ക് തയ്യാറാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അടിയന്തര പ്രമേയ ചർച്ചയിലൊക്കെ അവർ പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ റെജി അതിനിടയിൽ എപ്പോഴോ ചോദിച്ചൊരു വാക്ക് ഞാനിങ്ങനെ വീണ് കിട്ടിയതുപോലെ എന്നെ കേട്ടു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുമ്പ് സോളാർ വിഷയത്തിലൊക്കെ പ്രതിപക്ഷം ഇതുപോലെ പലതവണ സഭയെ സ്തംഭിപ്പിച്ചിട്ടുള്ളതാണ്. സോളാർ വിഷയമടക്കമുള്ള പല വിഷയങ്ങളിലും കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയപ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത നിമിഷത്തിൽ സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാവും, സ്തംഭിപ്പിക്കും. ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും. അത് സ്വാഭാവികമായ പ്രതിപക്ഷ കർമ്മമാണ്. അത് നമ്മുടെ നിയമസഭയിലെ നടപടിയാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേൾപ്പിച്ചല്ലോ, അത് ഞാൻ പൂർണ്ണമായി കേട്ടില്ല. നേരത്തെ കേട്ട ഓർമ്മ പ്രകാരം പറയാണ്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് സഭ അലങ്കോലപ്പെടുത്തുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ പറയുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഈ സഭ തയ്യാറാണ്. സഭ തയ്യാറാവുന്നതിനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടത്. ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അവിടെ വളരെ കൃത്യമായി ആരൊക്കെ അതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നോ ആ ആളുകൾക്കൊക്കെ വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തിൽ ഇടപെടാ. പ്രതിപക്ഷ നേതാവിന് എല്ലാ നിമിഷത്തും ഏത് മന്ത്രി സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് എണീറ്റിരുന്നാലും മന്ത്രി സംസാരം നിർത്തണം. അതൊക്കെ ലെജിസ്ലേറ്റീവിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രതിപക്ഷ നേതാവിനും ഏത് സമയത്തും ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ഒരു അടിയന്തര പ്രമേയം എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്? അടിയന്തര പ്രമേയം നേരത്തെ ഇവർ കൊണ്ടുവന്നതെല്ലാം പരാജയപ്പെട്ടത് നമ്മൾ കണ്ടാണ്. ഇപ്പോ റെജി അടക്കം ഇവിടെ പറയുന്ന എന്താണ്, ചരിത്രത്തിൽ ആദ്യമായി വലിയ അമ്പലക്കൊള്ള നടന്നു, സ്വർണ്ണക്കൊള്ള നടന്നു ശബരിമലയിൽ. ഇതിനേക്കാളും വലിയ കൊള്ള നടന്നതിനാണ് നേരത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാറിന് വിജിലൻസിന്റെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? നേരിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ADGP H വെങ്കടേഷ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ 6 ആഴ്ചക്കുള്ളിൽ സത്യം ഏതാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ആരംഭം തുടങ്ങിയത് എവിടെയാണ്? ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ശബരിമലയിൽ വന്ന് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഈ വർഷത്തെ ശബരിമല സീസൺ ആയിരിക്കും ഒരു പരാതിയുമില്ലാതെ, ഒരാൾ പോലും ഒരു പരാതിപ്പെടാതെ വളരെ സുഗമമായി നടന്നിട്ടുള്ള ഒരു മണ്ഡലകാലം, കാലം. എല്ലാ വാഹന സൗകര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. യാദൃച്ഛികമായിട്ടായിരിക്കാം ഞാൻ അവിടെ ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പമ്പയിലും ഈ പ്രദേശങ്ങളിലൊക്കെ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പരാതി പോലും ഇല്ലാതെ വളരെ കൃത്യമായി, വളരെ വൃത്തിയിൽ കുടിവെള്ളവും ഭക്ഷണവും എല്ലാം കൃത്യമായി അവിടെ നടന്നിട്ടുണ്ട്. എന്നാലും ശബരിമലയിൽ ഇനിയും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ശബരിമലയുടെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഭക്തന്മാർ വരുന്നതും, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് സംഭാവന നൽകുന്നതും തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും വരുന്ന ആളുകളാണ്. അവരുടെ ബിസിനസിന്റെ ഒരു പാർട്ട്ണറായി അയ്യപ്പനെ കൂട്ടുകയും അതിന്റെ ലാഭവിഹിതമൊക്കെ കൃത്യമായി അയ്യപ്പന് നൽകുകയും ചെയ്യുന്ന ആ രൂപത്തിലുള്ള വലിയ വരുമാനം നടക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എന്തൊക്കെ പരിഹരിക്കണം എന്നതിന്റെ വിശാലാടിസ്ഥാനത്തിൽ, ആഗോളാടിസ്ഥാനത്തിൽ വിമാനയാത്രയിൽ വരുന്ന ഭക്തന്മാരുണ്ട് വിദേശത്ത് തന്നെ. ഇവരിൽ നിന്നൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കണം. അന്തർദേശീയ തലത്തിൽ
കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. സ്വാഭാവികമായി NSS-ഉം അതുപോലെ തന്നെ SNDP-യും എല്ലാം വളരെ ശക്തമായി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടെ കൂടി. ഈ രണ്ട് സംഘടനകൾക്കും ഗവൺമെന്റുമായി വളരെ ഘടകവിരുദ്ധമായ നിലപാടുകളുണ്ട്. അവർ ഗവൺമെന്റിനെ ശക്തമായി വിചാരണ ചെയ്ത സമയമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ ഐക്യത്തോടെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസികൾക്ക് സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി അപ്പൊ NSS കൂടെ നിന്നു, SNDP കൂടെ നിന്നു. ഇതിന് ബദലായി ഒരു സംഗമം വെച്ചിരുന്നത് ആരായിരുന്നു? BJP ആയിരുന്നു. അപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരാജയമായി. മാത്രമല്ല പന്തളം രാജാവടക്കം ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ BJP-ക്ക് ഇത് വലിയ ക്ഷീണമായി. BJP-ക്ക് ക്ഷീണം വന്നാൽ ഒരു സംശയം വിചാരിക്കേണ്ടല്ലോ, ഇവിടെ UDF സഹായിക്കുമല്ലോ. ആ UDF-ന്റെ സഹായമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത സഹവാസമുള്ളത് ആർക്കാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളിലൂടെയും ചാനൽ ചർച്ചയിലൂടെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഈ കാണാതായി എന്ന് പറയുന്ന സ്വർണ്ണപീഠം ഇയാളുടെ ബന്ധുവീട്ടിൽ നിന്നാണല്ലോ പിടിച്ചെടുത്തത്. ഈ സ്വർണ്ണപീഠം കാണാതായി എന്ന് പറഞ്ഞ് വലിയ വിവാദം തുടങ്ങി വെച്ചത് പോറ്റിയാണ്. അതുപോലെ തന്നെ ഈ BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ചാനലുകളാണ് ഇത് നമ്മുടെ നാട്ടില് വലിയ ചർച്ചയാക്കിയിട്ടുള്ളത്. ഇപ്പോ അതിൽ രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു കാര്യം, ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് എന്താണ്? സ്വർണം ചെമ്പാക്കിയതിനുള്ള രസതന്ത്ര നൊബേൽ സമ്മാനം ആർക്ക് കൊടുക്കണം? ഈ ഗവൺമെന്റിന് കൊടുക്കണം. ആരാ പറയുന്നത്? മലയാള മനോരമ പത്രം, മലയാള മനോരമ ചാനൽ. ഏതാ ഈ മലയാള മനോരമ പത്രവും ഈ മലയാള മനോരമ ചാനൽ കുടുംബവും? പന്തല്ലൂർ ദേവീ ക്ഷേത്രത്തിന്റെ 40 ഏക്കർ ഭൂമി 60 വർഷക്കാലം കയ്യിലാക്കി വെച്ചിട്ട് അതിന്റെ പണം കട്ട് നിന്ന അമ്പലം വിഴുങ്ങികൾ, യഥാർത്ഥ അമ്പലം വിഴുങ്ങികൾ നമ്മുടെ മുമ്പിൽ കോടതിയിൽ വന്ന് വിചാരണ ചെയ്യപ്പെട്ട് വിധി പറയപ്പെട്ട കേസാണല്ലത്. അങ്ങനെ അമ്പലത്തിന്റെ വിശ്വാസികളുടെ സമ്പത്ത് കട്ട് തിന്ന പന്തല്ലൂർ ദേവീ ക്ഷേത്രത്തിന്റെ 400 ഏക്കർ ഭൂമി 60 വർഷക്കാലം അനുഭവിച്ച മലയാള മനോരമ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വരികയാണ്. എന്നിട്ട് അവര് പറയാണ് ചെമ്പ് സ്വർണ്ണമാക്കിയതിന് രസതന്ത്ര അവാർഡ് ഇവർക്ക് കൊടുക്കണം. അപ്പൊ മനോരമയ്ക്ക് എന്താ അവാർഡ് കൊടുക്കണം? അപ്പൊ നേരത്തെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മനോരമ അടക്കമുള്ള ആളുകൾ, നേരത്തെ തട്ടിപ്പിന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ശിവകുമാർ അടക്കമുള്ള ആളുകൾ അവര് BJP-യുടെ കൂടെ ചേരുകയാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. അതായത് ശരി നാസർ